ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവാനിനെ വിളിച്ച് നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. ക്രിസ്മസിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പം ഞാനും ഇവാനിയും ഇഷാനും കൂടി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇവാനിയും ഇഷാനും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ബാസ്ക്കറ്റിലാക്കി. ഞാൻ കിച്ചണിലോട്ട് വേണ്ടുള്ള എല്ലാം പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ പപ്പ ആണെങ്കിൽ പുൽക്കൂടിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. പിള്ളേരപ്പം എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി അവരും പോന്നു. ഇനി ചെന്നിട്ട് ക്രിബിനുള്ളതും ട്രീക്കുള്ളതൊക്കെ റെഡിയാക്കണം. പിന്നെ ലൈറ്റും സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ കിച്ചണിലോട്ടുള്ള വേണ്ട എല്ലാ സാധനങ്ങളും ഞാനും ഇഷാനും ഇവാനിയും കൂടി പർച്ചേസ് ചെയ്ത് അപ്പോഴേക്കും വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ ലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ക്രിബ്. കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഇഷാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ റാന്തൽ വിളക്കും ചെറിയ കിണറും ഇതൊക്കെ കുറേച്ചൊക്കെ ഞാനും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ ഇഷാമോൻ്റെ കുഞ്ഞു ക്രിബ്. ആട്ടിടയന്മാരും ഔസേപ്പിതാവും മാതാവും പൂജരാജാക്കന്മാരും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയും ലൈറ്റും സാധനങ്ങളൊക്കെ റെഡിയാക്കി വന്ന് നൈറ്റ് ആയപ്പോഴേക്കും ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം. ഇത് കുഞ്ഞി റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിലാണ് ഈ കാണുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് അതിൽ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ നല്ല തൂവെള്ള കളറുള്ള സീരിയൽ ലൈറ്റായിരുന്നു വാങ്ങിയത്. ട്രീലിടാൻ നല്ല ഗ്രീൻ കളറും വാങ്ങി. അപ്പോൾ ചേട്ടൻ ഇത് കുറച്ച് നീക്കിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പം അങ്ങോട്ടേക്ക് വയറൊക്കെ വലിക്കണമായിരുന്നല്ല. ചേട്ടൻ ഇതിൻ്റെ പണിയിലായിരുന്നു. ഇഷാനും കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇവാനി ആ സമയം കൊണ്ട് കുളിച്ച് റെഡിയാകാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വൈബ് ഇതാണ്. നല്ല പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പോൾ എവിടെയോ പപ്പാഞ്ഞിക്കളിയൊക്കെ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ പപ്പാഞ്ഞിക്കളി എത്താനായിട്ട് സമയമായി. അപ്പോൾ ഇഷാൻ പപ്പാഞ്ഞിക്കളിക്കാരെയും വെയിറ്റ് ചെയ്തിരിക്കണം. ഇഷാൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഈ പ്രാവശ്യം പപ്പാഞ്ഞിക്കളിക്ക് പോയത്. ഞങ്ങൾ ഇഷാൻ അങ്ങനെ വിടാറൊന്നുമില്ല. അവൻ ഒറ്റയ്ക്ക് കുറേ ദൂരമൊക്കെ പോകണ്ടേന്ന് വിചാരിച്ച് വിടാറില്ല. ഫ്രണ്ട്സൊക്കെ വന്ന് വിളിച്ചായിരുന്നു. അങ്ങനെ പുൽക്കൂട്ടിൽ ഉണ്ണീശോ നാളെ വെക്കുള്ളൂ. ബാക്കിയെല്ലാം റെഡിയായി. ഇഷാൻ്റെ കുഞ്ഞു ക്രിബ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണേന്ന്. പപ്പാഞ്ഞിക്കളിക്കാർ. താങ്ക്സ് ഫോർ വാച്ചിങ്.